അങ്ങനെ ബിഗ് ബോസ് സീസൺ 7 ഇന്ന് വൈകുന്നേരം തുടങ്ങുകയാണ്. കണ്ടസ്റ്റന്റുകളെല്ലാം ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കയറിയിട്ടുണ്ട് എന്നാണ് അറിവ്. അപ്പൊ എന്തായാലും നമ്മുടെ രേണു സുധി ആള് ഭയങ്കര സംഭവമാണ് കേട്ടോ. കാരണം എന്തുമാത്രം നുണയാണ് ഈ കുട്ടിക്ക്, എന്തിനാണ് ഇനിയും ഇത് പറയുന്നത്? അപ്പൊ നെഗറ്റീവ് പബ്ലിസിറ്റി ഇത്രയും കിട്ടിയിട്ടും അത് വന്നിരുന്ന ഒരു വീഡിയോ നേരത്തെ അപ്ലോഡ് ചെയ്ത് വെച്ചിരുന്ന വീഡിയോ ആയാലാണ് സാധ്യത. കാരണം അതൊക്കെ എല്ലാവരും പൊളിച്ചെടുക്കുന്നുണ്ടായിരുന്ന ടൈമൊക്കെ. അപ്പൊ എന്തിനാണ് ഈ കൊച്ചു വീണ്ടും വീണ്ടും ഇങ്ങനെ ഈ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി നുണ പറയുന്നത്? ഇതെല്ലാം കഴിഞ്ഞ് മാന്യമായിട്ട് അങ്ങ് ബിഗ് ബോസിൽ പോയിക്കൂടെ? ഇതിനെ പിന്നെ ആരെങ്കിലും തിരക്കുന്നത്? ബിഗ് ബോസിനെ കളിയല്ലേ പിന്നെ കാണിക്കേണ്ടത്? വീണ്ടും അതിവിടെ വന്ന് നുണ പറഞ്ഞൊരു വീഡിയോ ഇട്ട് ഞാൻ അങ്ങ് ബിഗ് ബോസിലൊന്നും പോയിട്ടില്ല, ഞാൻ ഇവിടെ തന്നെ ഇരിപ്പുണ്ട്, ഞാൻ എൻ്റെ ചേച്ചിയുടെ വാടക വീട്ടിലാണ്, കണ്ട അത് ചേച്ചിയുടെ വാടക വീട്ടിലാണെന്ന് എടുത്തു പറഞ്ഞു. അപ്പൊ എന്തിനിപ്പോ ചേച്ചിക്കും കൂടി നാട്ടുകാർ വീട് വെച്ച് കൊടുക്കണോ? എനിക്കത് മനസ്സിലാവാൻ ചോദിക്കും. എന്തിനാണ് ഈ കൊച്ചി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? എന്താണ് ഈ കൊച്ചിന്റെ പ്രശ്നം? ഈ കൊച്ചിന് എന്തോ സംതിങ് പ്രോബ്ലം ഉണ്ട് കേട്ടോ. കാരണം അല്ലെങ്കിൽ ഒരു വ്യക്തികളും ഇങ്ങനെയൊന്നും ചെയ്യത്തില്ല. എല്ലാവരും കമന്റ് ബോക്സിൽ കുറെ എണ്ണം ചോദിക്കുന്നുണ്ട്, അത് അതിന്റെ പാടുമോട്ട് ജീവിച്ചോട്ടെ, അതൊരു പാവം, അതെങ്ങനെങ്കിലും ജീവിച്ചോട്ടെ, അത് വിധവയല്ല, അത് അതിന്റെ കാര്യം നോക്കി ജീവിച്ചോട്ടെ. പക്ഷെ ആര് പറഞ്ഞു അത് ജീവിക്കണ്ടെന്ന്? എല്ലാവർക്കും ഇഷ്ടമാണ് അത്, അതിന് ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിച്ച് അതിന് ഇഷ്ടമുള്ള രീതിയിൽ അത് പോട്ടെ. അതിന് എന്തുകൊണ്ടാണ് ആൾക്കാർ ശ്രദ്ധിച്ചത്? കൊല്ലം സുധി എന്ന് പറയുന്ന ഒരു കലാകാരന്റെ ഭാര്യയാണ്, അത് ഒരു വിധവയായ ഒരു പെണ്ണാണ് എന്ന് കണ്ടതുകൊണ്ട് എല്ലാവരും സഹതാപത്തിൽ ആദ്യം എല്ലാവരും ഭയങ്കരമായിട്ട് സ്നേഹം കാണിച്ചതല്ലേ. പക്ഷെ പിന്നീടുള്ള ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് അതിന് വെറുതെ ആവശ്യമില്ലാതെ ഇന്റർവ്യൂ കൊടുക്കുക, അതിന്റെ അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച് കണക്കുള്ള വർത്താനങ്ങൾ പറയുക, എന്തിനും എടുത്തുചാടി ആരെയും തന്തയ്ക്ക് വിളിക്കുന്ന സ്വഭാവം പറയുക, എന്നൊക്കെ പറയുമ്പോഴല്ലേ ജനങ്ങൾ അല്ലെങ്കിൽ റിയാക്ട് ചെയ്യുന്ന ആൾക്കാർ വന്ന് റിയാക്ട് ചെയ്ത് അതിനൊരു നെഗറ്റീവ് പബ്ലിസിറ്റി ആയത്. അല്ലാണ്ട് ആരെങ്കിലും പറഞ്ഞോ അത് ജീവിക്കേണ്ടെന്ന്? അത് ജീവിക്കണം, അതെപ്പോഴും സന്തോഷമായിട്ട് തന്നെ ജീവിക്കണം. കാരണം ഒരു ഭർത്താവ് മരിച്ചുപോയി എന്ന് പറയുന്ന ഒരു സ്ത്രീ വെള്ളയും പൂശിയൊന്നും നടക്കേണ്ട ഒരാവശ്യവും ഇന്നത്തെ ഈ 20ാം നൂറ്റാണ്ടിൽ, 20-21 നൂറ്റാണ്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ നൂറ്റാണ്ടിൽ ഒരിക്കലും ആരും പറയില്ല അതിന്റെ യാതൊരു തരത്തിലുള്ള ആവശ്യകതയും ഇല്ല എന്ന് പറയുന്ന ഒരാൾ തന്നെയാണ്. പക്ഷെ ഈ കൊച്ചു തന്നെ വന്നിരുന്ന ഓരോരോ കള്ളത്തരം, കാരണം പച്ച നുണ. ഇത് ആരെടുത്താണ് പറയുന്നത്? ഇത് വിവരവും വിദ്യാഭ്യാസമില്ലാത്ത മലയാളികൾ എന്ന് പറയുമ്പം ഒരു കാര്യം പറയുന്നത് 1000 വട്ടം ചിന്തിക്കുന്ന ആൾക്കാരാണ്. അതിന്റെ ക്രിട്ടിസൈസ് ചെയ്ത് അങ്ങനെ ഒരു ചെറിയ മുറിവുണ്ടെങ്കിൽ അതിനെ ഒരു വലിയ വ്രണമാക്കുന്ന ആൾക്കാരാണ് മലയാളികൾ. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് വന്നിരുന്നാണ് പറയുന്നത് ഞാൻ ഇവിടെ തന്നെ ഇരിക്കണം, ഞാൻ എൻ്റെ ചേച്ചിയുടെ വീട്ടിലിരിക്കുകയാണ്, ഇതൊരു വാടക വീടാണ്, അപ്പൊ ഇവിടെ തന്നെ ഇരിക്കണം. ആൾക്കാർ പറയുന്നത് ബിഗ് ബോസ്. ഇതൊക്കെ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? ആ കുട്ടി ബിഗ് ബോസിൽ കയറിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിഞ്ഞത് കേട്ടോ. അപ്പോൾ രേണു സുധി ബിഗ് ബോസിലുണ്ട്. അപ്പോൾ രേണു സുധി, നമ്മുടെ സുധി അനുമോള്, അങ്ങനെയൊക്കെയുള്ള ആൾക്കാരെല്ലാം ബിഗ് ബോസിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വൈകുന്നേരം ഗ്രാൻഡ് ഫിനാലെ തുടങ്ങണം. പിന്നെ രേണു സുധി പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞു. എന്തിനാണ് ഇങ്ങനെ മറ്റുള്ളവരുടെ ദാരിദ്ര്യം പറയുന്നത്? എന്തുമാത്രം ഇന്റർവ്യൂകൾ, എന്തുമാത്രം ആൽബം, എന്തുമാത്രം റീൽസ്, ഷോർട്ട് ഫിലിം, മറ്റേത് മറിച്ചത്, ഇതെല്ലാം അഭിനയിച്ച ഒരു വ്യക്തി പറയാണ് എനിക്കൊരു യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ ഇടാൻ പോലും ഫോണില്ല, ഒരു നല്ല ഫോണില്ല, ഇനി അതും കൂടി വാങ്ങിച്ചു കൊടുക്കണം. കാലിൽ സ്വർണ്ണ കൊലുസ് വിട്ട് നമ്മളെ കാണിച്ചു. പിന്നെ അതുപോലെ തന്നെ മുടി, ഈ ഒരു മുടി, ആ കൊച്ചി ഇത്ര വരെ